1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ തോബ തേക് സിംഗ് ദേശക്കാരനായ ബിഷൻ സിംഗ് ഇന്ത്യയിലൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. വിഭജനാനന്തരം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവിഭക്ത ഇന്ത്യയുടെ എല്ലാ സ്വത്തുവകകളും വിഭജിക്കപ്പെടുകയാണ്. മാനസികരോഗ ചികിത്സാലയത്തിലെ രോഗികളെപ്പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം വിഭജിക്കപ്പെട്ട് കൈമാറാൻ തീരുമാനമായി. വയോധികനായ മാനസിക രോഗി ബിഷൻ സിംഗ് ഇന്ത്യക്കാരനാണോ അതോ പാകിസ്ഥാനിയാണോ? അയാളുടെ ദേശം തോബ തേക് സിംഗ് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ? സങ്കീർണമായ വിഭജനത്തിൻ്റെ നിയമവും രാഷ്ട്രീയവും ഒന്നും അറിയാത്ത ബിഷൻ സിംഗ് അടക്കമുള്ള അനേകം മാനസിക രോഗികളുടെ കഥയാണ് സാദത്ത് ഹസൻ മൻതുവിൻ്റെ വിഭജനകാല കഥകളിലെ തോബ തേക് സിംഗ് എന്ന കഥ. വിഭജനം തീർത്ത മുറിവിൽ നിന്നാണ് സാദത്ത് ഹസൻ മൻതുവിൻ്റെ ഓരോ കഥകളും പിറവിയെടുത്തത്. ഒരു രാജ്യവും ഒരു ജനതയും രണ്ടായതിൻ്റെ സങ്കീർണതകൾ മാത്രമല്ല, വിഭജിക്കപ്പെട്ടവൻ്റെ മാനസിക സംഘർഷങ്ങളും അവരുടെ സങ്കീർണമായ അതിജീവനങ്ങളും കടന്നു വരുന്ന കഥകൾ. ഈ പുസ്തകത്തിലൊരു കഥയുണ്ട്, പേര് തണുത്ത ഇറച്ചി. തണുത്തുറഞ്ഞ മൃതശരീരത്തെ ഭോഗിച്ച് വിഭജനത്തിൻ്റെ ഉല്ലാസം ആസ്വദിച്ച ഈശ്വർ സിംഗിൻ്റെ കഥ. വിഭജനകാല കഥകൾ വെറും കഥകളല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കിട്ടിയപ്പോൾ നമ്മൾ അനുഭവിച്ച നോവുകളുടെ കഥയാണ്, അതിൻ്റെ ചരിത്രം കൂടിയാണ്. AP കുഞ്ഞാമു പരിഭാഷപ്പെടുത്തി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയതാണ് സാദത്ത് ഹസൻ മൻതുവിൻ്റെ ഈ വിഭജനകാല കഥകൾ.